വികസിത ഇന്ത്യയിൽ ചുവന്ന ഭീകരത വെച്ചുപൊറുപ്പിക്കില്ല എന്ന നരേന്ദ്രമോദി സർക്കാർ നയം എത്തിനിൽക്കുന്നത് ഹിറ്റ്മ എന്ന അതിഭീകര മാവോയിസ്റ്റ് നേതാവിന്റെ വധത്തിൽ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്ന മോദി സർക്കാർ നിലപാട് മാവോയിസ്റ്റുകളുടെ വിഷയത്തിലും ആവർത്തിക്കുന്നു എന്നത് ഉറപ്പ്. മാവോയിസ്റ്റ് ഭീകരത ഏറ്റവും അധികം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് മഹാരാഷ്ട്രയും മധ്യപ്രദേശും ഛത്തീസ്ഗഡും. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റുകൾ അവർക്ക് സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ട് ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ല. ഇതിനു പിന്നിൽ കൂടുതൽ ഭീകരത അഴിച്ചുവിടാനുള്ള തന്ത്രമല്ലേ എന്ന ചോദ്യങ്ങൾ വരികയാണ്. ഒപ്പം അന്ത്യശാസനം നൽകിയിരിക്കുന്ന തീയതിയിലേക്ക് എത്തുമ്പോൾ ഇത്തരം ഒരു ബുദ്ധി, ഒരു കുബുദ്ധി അത് ആരുടേതാണ് എന്നും സംശയിക്കണം. മാവോയിസ്റ്റുകളെ തീർക്കാനായി ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ദൗത്യം നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഒരുപാട് ഇടതു പാർട്ടികൾ മാവോയിസ്റ്റുകളുടെ സംരക്ഷണവും മുൻനിർത്തി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അവർക്ക് മുന്നിൽ ഒരൽപ്പം പോലും മുട്ടുമടക്കിയില്ല. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവും മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ശക്തമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല. സർക്കാർ മുന്നോട്ട് തന്നെ പോയി. മതപരിവർത്തന ലോബികൾ പല രീതികളിൽ നക്സലിസത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതും രാജ്യം കണ്ടതാണ്. മതപരിവർത്തന ലോബികൾ നക്സലേറ്റുകളുടെ സഹായത്തോടെയാണ് ഇന്ത്യയിലെ വനപ്രദേശങ്ങളിലെ ഗോത്രമേഖലയിൽ വൻതോതിൽ മതപരിവർത്തനം സാധ്യമാക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഇത് തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ദില്ലിയിൽ വിദ്യാർത്ഥികളെ വരെ തെരുവിലിറക്കിച്ചു, മാവോയിസ്റ്റുകൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചു. മാവോയിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്നവരും അവസാന ശ്വാസം വരെ മാവോയിസ്റ്റുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആയുധം വെച്ച് കീഴടങ്ങാൻ സമയം വേണം. ഇങ്ങനെ ആവശ്യപ്പെട്ടാണ് 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് മാവോയിസ്റ്റ് നേതാവ് കത്തയച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിക്കാണ് മാവോയിസ്റ്റ് നേതാവ് ഒരു ഓപ്പൺ ലെറ്റർ അയച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകൾക്കെതിരായ സൈനിക പോലീസ് നടപടി വളരെയധികം ശക്തമാക്കുകയാണ്. അതിനിടയിലാണ് മാവോയിസ്റ്റുകൾ ഒരു പുതിയ തന്ത്രം പയറ്റാനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത്. ഇത് രക്ഷപ്പെടാനുള്ള സമയം ലഭിക്കാൻ മാവോയിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ തന്ത്രമാണോ എന്നാണ് കരുതുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റുകളുടെ പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ നേതാവ് ആനന്ദാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. 2026 ഫെബ്രുവരി 15 വരെ കീഴടങ്ങാൻ സമയം വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കീഴടങ്ങണമെങ്കിൽ അതിന് സമയം എന്തിനാണ്? ഇപ്പോൾ തന്നെ കീഴടങ്ങിയാൽ പോരെ എന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ചർച്ചകളിലൂടെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാം എന്നും കത്തിൽ പറയുന്നുണ്ട്. അതുവരെ മാവോയിസ്റ്റ് വിരുദ്ധ സൈനിക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിർത്തിവെക്കണം എന്നതാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ഇത് വളരെയധികം ചിന്തിച്ച് പ്രവർത്തിച്ച് വലിയ ഒരു ബുദ്ധിയിൽ വിരിഞ്ഞ ആശയമാണ് എന്നാണ് വിലയിരുത്തൽ. സുപ്രീം കോടതിയിൽ വരെ ഇതൊരു നിയമയുദ്ധത്തിന് വഴിയൊരുക്കാം. അതിനുള്ള നീക്കങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് കരുതുന്നത്. ഈ സമയത്തിൽ കൂടുതൽ ആയുധ സന്നാഹങ്ങളോടെ ആഞ്ഞടിക്കാനായിരിക്കും മാവോയിസ്റ്റുകളുടെ ഈ കത്തിന് പിന്നിലെ ഗൂഢതന്ത്രം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിറ്റ്മ എന്ന അതിഭീകര മാവോയിസ്റ്റ് നേതാവിനെ കഴിഞ്ഞ ദിവസം വധിച്ചതോടെ മാവോയിസ്റ്റുകൾക്ക് രക്ഷയില്ല എന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. വികസിത ഇന്ത്യയിൽ ചുവന്ന ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് മോദി സർക്കാർ പലകുറി ആവർത്തിച്ച് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. 2026 മാർച്ചിന് മുൻപ് മുഴുവൻ മാവോയിസ്റ്റുകളെയും കൊന്നൊടുക്കി മാവോയിസ്റ്റ് മുക്ത ഭാരതം സൃഷ്ടിക്കും എന്നതാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ലോകമാകെ തള്ളിക്കളഞ്ഞ ചുവപ്പ് ഭീകരത ഇന്ത്യക്ക് ആവശ്യമില്ല എന്നത് തന്നെയാണ് BJP സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിലപാട്. വനപ്രദേശങ്ങളിൽ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളുടെ ലക്ഷ്യം ശരിക്കും ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമമല്ല, പകരം ലോകമാകെ തള്ളിക്കളഞ്ഞ ഇടത് തീവ്ര നിലപാട് വനമേഖലയിലെങ്കിലും നിലനിർത്തുക എന്നത് മാത്രമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു വിലയിരുത്തൽ. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കാരണം ഈ ഗോത്രമേഖലകളിലേക്ക് വികസനം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഭാവിയിൽ ഉണ്ടാകരുത് എന്ന് നരേന്ദ്രമോദി സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നക്സൽ മേഖലകളിൽ വികസനം എത്താത്തതിന്റെ കാരണം നക്സലുകൾ മാത്രമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. നക്സലിസം എന്ന ആശയത്തെ പരിപോഷിപ്പിക്കുന്നവർ, അവർക്ക് നിയമസഹായം എത്തിക്കുന്നവർ, അവർക്ക് ധനസഹായം എത്തിക്കുന്നവർ, ഇവരെല്ലാം സർക്കാർ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തന ലോബികൾ, ചില പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ, NGOകൾ ഇവർ മാവോയിസ്റ്റുകളെ അവരുടെ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ ശക്തമായ പോലീസ് ഓപ്പറേഷന് മുന്നിൽ പലകുറി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കത്തിലൂടെ സമയം നീട്ടിത്തരണമെന്ന ഈ പുതിയ തന്ത്രം കൊണ്ട് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഈ 3 സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റുകളാണ് സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാവോയിസ്റ്റ് ഭീകരത ഏറ്റവും അധികം നിലനിൽക്കുന്ന 3 സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ മഹാരാഷ്ട്രയും മധ്യപ്രദേശും ഛത്തീസ്ഗഡും എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് കർമാസ്.